അങ്ങോട്ട് പോകുമ്പോൾ കാര്യം നമുക്ക് അവിടെ ഒരു വഴി കാണുന്നുണ്ട്, അല്ല അതിലേ പോകാം. ഇവിടെയൊക്കെ നല്ല സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. പക്ഷേ മുനിസിപ്പാലിറ്റി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ലൈറ്റില്ല, ഒന്നുമില്ല. കോർപ്പറേഷൻ എന്ന് പറയാൻ പറ്റും. നമ്മൾ വീണ്ടും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേ പോവാം. അപ്പോൾ ഇതിലേ പോകാം, നിങ്ങളുടെ പോകണമെന്നറിയില്ല. അതിലും പോവാം ഇതിൽ. ഇപ്പോൾ എവിടെ എത്തിയെന്നോ, നമ്മളിപ്പോൾ കയറിയ റോഡിൻ്റെ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അതൊക്കെ വലിയ മരങ്ങൾ, സ്ഥലങ്ങൾ പിടി വലിയ മരങ്ങളാണ്. ഇവർ വന്നിട്ടുണ്ടല്ലോ. ഇവർ വന്നിട്ടില്ല. അപ്പോൾ കലൂർ MG റോഡ് നേരെ, കലൂർ നേരെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ലെഫ്റ്റ്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ലെഫ്റ്റാണ്. നമുക്ക് ലെഫ്റ്റ് കയറിയിട്ട് ജസ്റ്റ് രാത്രി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് പോകും. ലെഫ്റ്റാണെന്ന് ആണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നാ പറഞ്ഞത്. ബോർഡോണൊക്കെ ഉണ്ട്. നല്ല വീതിയുള്ള റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ലെഫ്റ്റ്, വീണ്ടും ലെഫ്റ്റ്. ഗാന്ധിനഗറിന് ഭാഗമുണ്ട് കേട്ടോ. പറയുമ്പോൾ അന്ന് ഇതിന് അത്ര വലിയ വിലയുള്ള സ്ഥലമൊന്നും ആയിരുന്നില്ലേ. ഇപ്പോൾ കോടികളാണ്. ഇരുട്ടായല്ല, ഇനി എടുത്തിട്ട് കാര്യമുണ്ടെന്ന് പറയുന്നത്. എന്തായാലും പോയി നോക്കാൻ മതി. ഇരുട്ടും ഒരു പ്രധാന ഇവിടെ കുപ്പിച്ചിൽ പൊട്ടി കിടപ്പുണ്ട് കേട്ടോ. കുപ്പിച്ചിലുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. ഒരു കാരണവശാലും എന്നോട് കയറ്റിയത് വെള്ളം പിന്നെ കയറും. അത്യാവശ്യം നല്ലൊരു ജംഗ്ഷൻ, ഒരു മരമൊക്കെ നടക്കുന്നുണ്ട്. നല്ല റോഡാണ് ഈ ഭാഗത്ത്. നല്ല സോഫ്റ്റായിട്ടുള്ള റോഡ്, കുഴിയില്ല, ഒന്നുമില്ല. റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് അവിടെ ഒരു ബോർഡുണ്ട്. പനമ്പള്ളി നഗർ നേരെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ റൈറ്റ്. ഇതൊക്കെ ഹോട്ടലുകളാണ്. പഴയ വീടുകളൊക്കെ പൊളിച്ച് ഹോട്ടലായിരുന്നു. റൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതായിരിക്കും, അത് അവിടെ ആയിരിക്കും. ഈ വഴിയായാലും കയറും. ലൈറ്റിലാണ്. അതിലിവിടെ നല്ല ലൈറ്റ് ഉണ്ട്. അതിന് ഇതിലൊന്ന് പോവാം. ഇതൊരു ഹോട്ടലാണ്. പിന്നെ കയറുമോ അതോ? ഇതൊക്കെ റെസിഡൻസ് ഏരിയയാണ്. സോറി, മറ്റേ ഹോട്ടൽ താമസം ഇതുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തിയുണ്ട്. റെയിൽവേ സ്റ്റേഷനാണെന്ന് ഓണം കണ്ടിട്ട്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ട് വരാം. ട്രെയിൻ വന്ന് കിടപ്പുണ്ട്.
അങ്ങോട്ട് പോകാനിട്ട് കാര്യമില്ല അല്ലേ, ഇങ്ങോട്ട് തിരിക്കും. MG റോഡ് ഭാഗത്തേക്ക് അങ്ങോട്ട് അരികുള്ളൂ പോകണത്. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് കാണുന്നതാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. കണ്ടോ? അപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടില്ല. കാണുന്നതൊക്കെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ്. അവിടെ ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. അന്ന് കിടക്കുന്നതാണോ പോകാൻ നേരത്തെ കിടക്കണമെന്നറിയില്ല, എവിടെ പോകുന്നതെന്നറിയില്ല. ഇനിയിപ്പോൾ ലെഫ്റ്റ് വഴി ഉണ്ടോയെന്നറിയില്ല കേട്ടോ. അങ്ങോട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ. റെയിൽവേയുടെ സൈഡിൽ കൂടിയുള്ള വഴിയാണ്. അവിടെ ട്രെയിൻ ആളില്ല കേട്ടോ. അതവിടെ നേരത്തെ സ്റ്റോപ്പ് അടിച്ചിട്ടത്ര കാണാം. ഇരുട്ടാണ്. ആളുണ്ടോയെന്ന് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇരുട്ടടിച്ച് കിടപ്പുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ഒരു പക്ഷേ അത്യാവശ്യം നല്ല ഭീകരമായ ഒരു സ്ഥലത്തെ കൂടിയാണ്. ഒരു പക്ഷേ ഗുണ്ടകളും ഒക്കെയുള്ള ഏരിയയാണെന്ന് തോന്നുന്നു. BPCL അല്ല, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു പെട്രോളിയം സ്വീകരിക്കുന്നു. ഇവിടെ രണ്ട് എഞ്ചിൻ ഓണാണ് കേട്ടോ. നമ്മളിനി അങ്ങോട്ട് പോകുന്നതിൽ അർത്ഥമൊന്നും അറിയില്ല. എനിക്ക് പോയി നോക്കാം. ട്രെയിൻ സ്റ്റാർട്ടിങ്ങിലാണ്. അങ്ങോട്ട് വണ്ടിയുണ്ട്. ഇതിലേ പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഇനി അങ്ങോട്ട് ഓയിൽ കമ്പനികളുടെ അതിൽ പോകുന്ന വഴിയാണ് കേട്ടത്. ഇവിടം വരെ ഉള്ളൂ നമ്മൾ. ഇവിടം വരെ ഉള്ളൂ. ശരിയാ, ഞങ്ങൾ പോകാനുള്ള വഴിയില്ലാന്നാണ് കണ്ടിട്ട്. നോക്കാം. അവിടെ ബ്ലോക്ക് ചെറിയ വഴിയാണ്. ഡീസൽ ലോക്കോ ഷെഡ്. ട്രെയിനിൻ്റെ ഒരു പടമുണ്ട്, നോ എൻട്രി. അപ്പോൾ ഡീസൽ ലോക്കോ ഷെഡാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ അതവിടെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഓക്കെ. അതൊക്കെ ബാക്ക് സ്ട്രീറ്റാണ്. എറണാകുളത്തിൻ്റെ ബാക്ക് സ്ട്രീറ്റുകളാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പോകുന്നത് മെയിൻ സ്ട്രീറ്റിലേക്കാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ നിന്ന് പതിയെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു പിടിയില്ല. അതായത് ലെഫ്റ്റ് പോകാം. ഇരുട്ടായി പോയല്ലോ. ഇതിപ്പോൾ വന്നത് നേരെ എവിടെയാണ് കേട്ടോ. ബാക്ക് സ്ട്രീറ്റ് ഉണ്ടോ? റെയിൽവേയും പരിസരമൊക്കെയാണ്. ആളുകളൊക്കെ ഇരിക്കണ്ട. ബാക്ക് സ്ട്രീറ്റാണ്. ബാക്ക് സ്ട്രീറ്റ് കാര്യങ്ങൾ അതിലൂടെയൊക്കെ പോയാൽ പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് ഒന്ന് കയ്യിലുണ്ടാകുമെന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. പകലാണെങ്കിൽ കുഴപ്പമില്ല. പകൽ നമുക്ക് അതിനകത്ത് കയറണം. രാത്രി പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷ. ഇത് ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസ്. ഇടദേശം ഉണ്ടായിരുന്ന ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസാണ്. കേരള ഷിപ്പിംഗ് ആൻഡ് ഐലൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഒരു ഷോപ്പാണ്. ഷോപ്പല്ല, സോറി. ഇവിടെ ക്യാൻറ്റീൻ സംഭരണശാല വകുപ്പ്. ക്യാൻറ്റീൻ സംഭരണശാല വകുപ്പ് സ്ഥലം. റെയിൽവേയുടെ തന്നെ ഭാഗമായിരിക്കുമല്ലോ.
അല്ലെങ്കിൽ ഫോർട്ടിൻ്റെ പോകാൻ കാണിക്കണ്ടല്ലോ. നമ്മൾ MG റോഡിൽ എത്തിയെന്ന് അറിയില്ല കേട്ടോ. ഒരു മെയിൻ റോഡിലേക്ക് വന്നിട്ട് നമ്മൾ ഏത് ഭാവമൊന്നും പിടിയില്ല. നമ്മൾ നേരത്തെ പോയാൽ നേരെ പോകാം. ഇപ്പം അങ്ങോട്ട് പോയ വഴി തന്നെയാണ്. അതല്ല കലൂര് കടവന്ത്ര. കലൂരിലേക്ക് നേരെയാണ് നമ്മൾ പോകുന്നത്. വേറെ വഴിയാണ്. കലൂര് പോകേണ്ട കാര്യമുണ്ട്. നമ്മൾ വീണ്ടും മാത്രമേ കടന്നു. സ്റ്റാൻഡിങ്ങിനുള്ള ഒരുപാട് വണ്ടികൾ ഈ വഴി പോകുന്നുണ്ട്. ഞങ്ങളുടെ അവസ്ഥയാണെന്നറിയില്ല. ഇവിടെ നട്ടടുത്ത് കൊണ്ടുപോയി ഞങ്ങളുടെ മുളകിൽ പോകാമല്ലോ. കലൂരിനെ എഴുതണം. ഏത് വഴി തന്നെ പോട്ടെ. ഒരു ഫ്രണ്ട്സ് ലൈൻ എന്നൊക്കെ പറഞ്ഞൊരു വഴി കാണുന്നുണ്ട്. ഫ്രണ്ട്സ് ലൈൻ. പകൽ വന്നിട്ട് കാര്യമുണ്ട്. രാത്രി ദൃശ്യങ്ങൾ കാണും. പ്രാക്ടീസ് എടുക്കാൻ രാത്രിയാണ് നല്ലത്. രാത്രിയുടെ ആളുകളൊക്കെ ചേക്കേറാൻ തുടങ്ങുന്ന ഒരു സമയം. സെൻട്രൽ പാർക്കിൻ്റെ ഒരു വഴി. എങ്ങോട്ടാ പോയെന്നറിയില്ല. ഞങ്ങൾ പോവാം. കുറച്ചുകൂടി കൂടി പോവാം. ലൈറ്റുണ്ടോ അങ്ങനെ പോകാം. സ്ഥലം നോക്കട്ടെ. നേരത്തെ നമ്മൾ പോയ വഴി തന്നെയാണ്. നമ്മൾ വന്ന വഴി തന്നെ ഉണ്ടോ. വന്ന വഴിയാണെന്ന് നോക്കാം.